Hello everyone, welcome back to our channel Lit Chats. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മിസ് ലോസ് ബോസ്കോ എഴുതിയിട്ടുള്ള പൈ എന്നുള്ള പോവാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പല ടൈപ്പ് ഓഫ് ഫോംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പല എന്താ പറയുക മനുഷ്യരെക്കുറിച്ച്, റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുവിനെ കുറിച്ചൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലൊക്കെയുള്ള ഒരുപാട് കവിതകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ടൈറ്റിൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് പൈ എന്നാണ് പറയുന്നത്. എന്താണ് ഈ പൈ? നമ്മൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുള്ള പൈ ഇല്ലേ, പൈ ആർ സ്ക്വയർ 2πr എന്നൊക്കെ പറഞ്ഞിട്ട് സർക്കിളിൻ്റെ സർക്കംഫറൻസ് പഠിക്കാൻ, അതേപോലെ തന്നെ സ്ഫിയറിൻ്റെ വോളിയം പഠിക്കാനൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ആ പൈ ഇല്ലേ, ആ പൈയിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു കവിതയിൽ പഠിക്കുന്നത്. അപ്പോൾ അതിനൊരു വെറൈറ്റി അല്ലേ. നമ്മളെപ്പോഴെങ്കിലും പൈയിനെ വർണ്ണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ വിശേഷിപ്പിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു കവിത എഴുതും നമ്മളെപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു കവിത പഠിക്കേണ്ടി വരുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ? ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പൈ എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പൈയിനെ കുറിച്ച് ഒരു കവിത തന്നെ എഴുതുക എന്ന് പറയുന്നത് തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ്. അത് പഠിക്കാൻ നമുക്ക് പറ്റി എന്ന് പറയുന്നത് അതിനെക്കാട്ടിലും നല്ലൊരു കാര്യമായിട്ട് തന്നെ നമ്മൾ എടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു കവിതയുടെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം നമുക്ക്. The poem is divided into 3 stanzas. ഇത് 3 stanza ആയിട്ടാണ്. Each of which represents a different perspective on പൈ. പൈയിൻ്റെ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സിനെ കുറിച്ചാണ്, കാഴ്ചപ്പാടുകളെ കുറിച്ചാണ്. പലതരത്തിൽ പൈയിനെ നമുക്ക് എങ്ങനെയൊക്കെ നോക്കിക്കാണാമെന്ന് നമുക്ക് ഇതിനകത്ത് നിന്ന് കാണാൻ പറ്റും. The first stanza sets the tone of the poem through a celebration of പൈ's beauty and complexity. ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് പൈയുടെ ബ്യൂട്ടിയെക്കുറിച്ചും അതേപോലെ തന്നെ കോംപ്ലക്സിറ്റിയെക്കുറിച്ചും, എത്രത്തോളം മനോഹരമാണെന്നും അതേപോലെ തന്നെ എത്രത്തോളം വിഷമാണ് അത് പഠിച്ചെടുക്കാനെന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ദ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് പൈ ഇൻ എവറി ഡേ ലൈഫ് ഇസ് പോർട്രേഡ് ഇൻ ദ സെക്കൻഡ് സ്റ്റാൻസ ആകുമ്പോഴേക്കും നമ്മുടെ പ്രാക്ടിക്കലി നമ്മുടെ ലൈഫിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് അതിനകത്ത് വരുന്നത്. ദ തേർഡ് സ്റ്റാൻസ ടേക്സ് എ മോർ ഫിലോസഫിക്കൽ അപ്രോച്ച് റെമിനിസിങ് ഓൺ ദ അൺനോബിൾ നേച്ചർ ഓഫ് പൈ. ലാസ്റ്റ് സ്റ്റാൻസ ആകുമ്പോഴേക്കും പൈയുടെ തന്നെ നമുക്ക് അറിയാത്ത അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു നേച്ചറിനെ കുറിച്ച് പറയുന്ന രീതിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ദ പോയറ്റ് കൺവേസ് സബ്ജക്ട് മാറ്റർ ത്രൂ ദ യൂസ് ഓഫ് വിവിഡ് ഇമേജറി, ക്ലവർ വേർഡ് പ്ലേ ആൻഡ് സെൻസ് ഓഫ് ഹ്യൂമർ. അപ്പോൾ എന്താ പറയുക, നല്ല നല്ല ഇമേജറികൾ യൂസ് ചെയ്തുകൊണ്ടും വേർഡ്സിൻ്റെ യൂസേജൊക്കെ അടിപൊളിയായി ചെയ്തുകൊണ്ടാണ് ഈ ഒരു കവിത അവർ എഴുതിയിട്ടുള്ളത് എന്നുള്ളതും ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കവിതയുടെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനിലോട്ട് പോവാം. ദ അഡ്മയറബിൾ നമ്പർ പൈ. തുടക്കത്തിൽ തന്നെ എന്ത് പറഞ്ഞു? നമ്മൾ പറഞ്ഞു ഓൾറെഡി. ഫസ്റ്റ് സ്റ്റാൻസ എന്താണ്? ബ്യൂട്ടി അല്ലെങ്കിൽ അതേപോലെ തന്നെ അതിൻ്റെ കോംപ്ലക്സിറ്റിയെ കുറിച്ചൊക്കെ പറയണത്. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്ത് പറയണത്? ദ അഡ്മയറബിൾ നമ്പർ പൈ. പൈ എന്ന് പറഞ്ഞാൽ എന്ത് അഡ്മയറബിൾ ആയിട്ടുള്ള നമ്പറാണ്. നമുക്ക് ഭയങ്കര എന്താ പറയുക, സ്നേഹിക്കാൻ അല്ലെങ്കിൽ നമുക്ക് അപ്രിഷിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അഭിനന്ദിക്കാനൊക്കെ തോന്നുന്ന തരത്തിലൊരു നല്ല ഒരു എന്താ പറയുക, ഒരു അടിപൊളി നമ്പറാണ് എന്ത് ഈ പൈ എന്ന് പറയുന്നത്. ഫസ്റ്റ് ലൈനിൽ തന്നെ അതിനെ ഒന്ന് പുകഴ്ത്തുകയാണ് അല്ലെങ്കിൽ അതിൻ്റെ ബ്യൂട്ടിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ഈ പൈയിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഈ പൈ എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് നമ്മളൊരു ഭംഗിയുള്ളൊരു ഫ്ലവറിനെ സങ്കല്പിക്കുക. അതിനെ നമ്മൾ കവി ഭാവനയിൽ എങ്ങനെയൊക്കെ അതിൻ്റെ നിറവും ഭംഗിയും മണവും വലിപ്പമൊക്കെ വർണ്ണിക്കും, അതുപോലെയാണ് ഇവിടെ പയ്യും വന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിക്ക് എടുക്കുക. ദ അഡ്മയറബിൾ നമ്പർ പൈ. പൈ എന്ന് പറഞ്ഞാൽ അത്രയും അഡ്മയറബിൾ ആയിട്ട് നമുക്ക് അഭിനന്ദിക്കാനും ആ ഒരു എന്താ പറയുക അപ്രിഷിയേറ്റ് ചെയ്യാനൊക്കെ തോന്നുന്ന തരത്തിലുള്ളൊരു നമ്പറാണ് നമ്മുടെ പൈ. 3.141. എന്താണ് 3.141? പൈയുടെ വാല്യൂ നമ്മൾ പഠിച്ചില്ലേ, 3.141 എന്ന് പഠിച്ചിട്ടില്ലേ. അപ്പോൾ ആക്ച്വലി 3.141592653 എന്നൊക്കെ പറഞ്ഞിട്ട് അതെങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനും എൻഡ് ഇല്ല കേട്ടോ. അത് അവസാനം നമുക്ക് അറിയുമായിരിക്കും പൈയുടെ വാല്യൂ കറക്റ്റായിട്ട് എൻഡ് ചെയ്യുന്നില്ല, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു നമ്പറാണ്. അപ്പോൾ നമ്മൾ അതിനെ ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ 3.141 എന്നാണ് സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പോൾ അത് നമ്മൾ പറയുന്നത് 3.141 അതാണ് അതിൻ്റെ വാല്യൂ. All the following digits are also just a start. അപ്പോൾ ഈ 3.141 നിൽക്കുന്നില്ല, വീണ്ടും ഡിജിറ്റുകൾ വരുന്നുണ്ട്. ആ ഓരോ ഡിജിറ്റും എന്താണ്? ഓരോ സ്റ്റാർട്ടിംഗ് ആണ്, ഓരോ തുടക്കമാണ്. കാരണം എത്ര ഡിജിറ്റ് ഇതിനകത്ത് എൻ്റെ ആ ഒരു പോയിന്റിന് ശേഷം വന്നിട്ടുണ്ടെങ്കിലും അതൊരിക്കലും എൻഡ് ചെയ്യാനായിട്ട് പോകുന്നില്ല, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതെന്തല്ല, അതൊന്നും ഒരു സ്റ്റോപ്പല്ല. ഒരു ഡിജിറ്റ് വന്നാൽ വീണ്ടും എന്താണ്, അതൊരു സ്റ്റാർട്ടിംഗ് ആണ്, തൊട്ടപ്പുറത്ത് വേറൊരു ഡിജിറ്റ് വരും. അങ്ങനെ ഓരോരോ ഡിജിറ്റും എന്താണ്, ജസ്റ്റ് എ സ്റ്റാർട്ട്, വെറും ഒരു സ്റ്റാർട്ട് മാത്രമാണ്, ഒരിക്കലും അതൊരു എൻഡ് അല്ല. 592 ബിക്കോസ് ഇറ്റ് നെവർ എൻഡ്സ്. ഈ 592 എന്ന് പറയുന്നത് 3.14 കഴിഞ്ഞിട്ട് വരുന്ന ഡിജിറ്റാണ്. 592 എന്നാണ് പിന്നെ വരുന്നത്. 592 ബിക്കോസ് ഇറ്റ് നെവർ എൻഡ്സ്. അപ്പോൾ എന്താണ്, അത് എൻഡ് ചെയ്യാത്തത് കൊണ്ട് വീണ്ടും എന്താണ് ഈ 141 ശേഷം എന്ത് വരുന്നുണ്ട്, വീണ്ടും ഡിജിറ്റുകൾ വരുന്നുണ്ട്, 592 വരുന്നുണ്ട്. ഇറ്റ് ക്യാൻ ബി ഗ്രാസ്പ്ഡ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞു ഓൾറെഡി ഫസ്റ്റ് ആൻസറിൽ കോംപ്ലക്സിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതോട് കറക്റ്റായിട്ട് എൻഡ് ചെയ്യാത്തൊരു നമ്പർ ആയതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല. 6535 ഇതൊക്കെ അതിന് ശേഷം വരുന്ന, നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക കേട്ടോ എന്താണ് പൈയുടെ ഒറിജിനൽ വാല്യൂ. അപ്പം കുറേ ഡിജിറ്റ്സ് ഇങ്ങനെ നീളത്തിൽ എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഓർഡറിലുള്ള ഡിജിറ്റുകളാണ് ഇപ്പോൾ ഈ പറയണത് മുഴുവനും. 6535 ഇപ്പം നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്ത ഡിജിറ്റിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് വരുന്നതാണ് 6535 അറ്റ് എ ഗ്ലെയിൻസ്. ജസ്റ്റ് ഒന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 3-4 ഡിജിറ്റ് കൂടെ അതിനകത്ത് പുറകിലായിട്ട് ആഡ് ചെയ്യുന്നത് കാണാം. 89 ബൈ കാൽക്കുലേഷൻ. അപ്പോൾ അതിന് ശേഷം വരുന്ന 35 ശേഷം വരുന്ന നമ്പറാണ് 89 എന്ന് പറയുന്നത്. അപ്പോൾ 89 എന്ന് നമുക്ക് ഒന്നും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഡിജിറ്റ് കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. 79 ത്രൂ ഇമാജിനേഷനിൽ നമ്മൾ ഒന്നും കൂടെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 79 കൂടെ കിട്ടുന്നുണ്ട്. നിങ്ങളിത് എന്തായാലും ഗൂഗിൾ ചെയ്ത് നോക്കുക, ഇത് കറക്റ്റ് അല്ലേ എന്നുള്ളത് നോക്കുക. കറക്റ്റാണ്. അതിൻ്റെ പൈയുടെ വാല്യൂ ആണ് പറയുന്നത്. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഈ നമ്പറുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടല്ല, ഈ നമ്പറുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്, സ്റ്റോപ്പ് ആവാതെ. ഓർ ഈവൻ 3238 ഇൻ ജസ്റ്റ്, ഇതും അതിൽ വരുന്ന നമ്പേഴ്സാണ്. ആ ഓർഡറിൽ തന്നെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഈവൻ 3238 ഇൻ ജസ്റ്റ്. നമ്മൾ ജസ്റ്റ് ഒരു ജോക്കായിട്ട്, ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ജോക്ക് എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ഒരു ജോക്കായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അപ്പോഴും എന്താണ്, വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓർ ബൈ കമ്പാരിസൺ 46 ടു എനിത്തിങ്, വീണ്ടും എന്ത് വരുന്നുണ്ട്, 46 എന്നുള്ള ഡിജിറ്റ് വരുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ വേറെ എന്തെങ്കിലും ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2643 ഇൻ ദ വേൾഡ്, നമ്മൾ വേൾഡിൽ നോക്കുകയാണെങ്കിൽ വീണ്ടും എന്ത് വരുന്നുണ്ട്, 2643. അതിൽ നിങ്ങൾ ഒത്തിരി കൺഫ്യൂസ്ഡ് ആവാനൊന്നുമില്ല. പയ്യിൽ വരുന്ന ആ ഒരു ഡിജിറ്റ്സ് ആണ് പറഞ്ഞത്. ഈ പറഞ്ഞ ഡിജിറ്റ്സ് ഫുള്ള് പയ്യുടെ വാല്യൂ ആണ്. നിങ്ങൾ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനെക്കുറിച്ച് പറയുകയാണ്. അതായത് ഇത് എൻഡ് ചെയ്യുന്നില്ല, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ നമ്പറും അതിൻ്റെ സ്റ്റാർട്ട് മാത്രമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയണമെന്നുള്ളൂ. അപ്പം അത്രയും ഒരു എൻഡിങ് ഇല്ലാത്ത, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് എന്ത്, ഈ പൈ എന്നാണ് ഒരു ഫസ്റ്റ് ആൻസറിൽ പറയുന്നത്. നെക്സ്റ്റ് ആൻസർ, the longest snake on the earth ends at 30 odd feet. അപ്പോൾ ഈ എന്താ പറയുക, ഈ ഒരു കമ്പാരിസൺ പോലെ പറയാണ്, ഈ ലോകത്തിൽ തന്നെ ഏറ്റവും വലുപ്പമുള്ള സ്നേക്ക്, പാമ്പിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ 10-30 അടി നീളമാണ് വരാനുള്ള സാധ്യതയുള്ളൂ. സെയിം ഗോസ് ഫോർ എ ഫെയറി ടെയിൽ സ്നേക്സ്, ദോ ദേ മേക്ക് ഇറ്റ് എ ലിറ്റിൽ ലോങ്ങർ. എന്നിരുന്നാലും നമ്മൾ ഫെയറി ടെയിലൊക്കെ നോക്കുകയാണെങ്കിൽ അതിലത്തെയൊക്കെ സ്നേക്സ് നോക്കണം, അതിനും ഏകദേശം ഈ 10-30 അടി നീളമൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. എന്നാലും മേ ബി ചിലപ്പോൾ കുറച്ചും കൂടെ ഒക്കെ ലെങ്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ സ്നേക്കിൻ്റെ ലെങ്ത്തിനേക്കാളും, അല്ലെങ്കിൽ ഫെയറി ടെയിലിലെ സ്നേക്കുകളുടെ ലെങ്ത്തിനേക്കാളും ഒക്കെയും വലുതാണ് എന്ത്, നമ്മുടെ പൈയുടെ ലെങ്ത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദ കാരവാൻ ഓഫ് ഡിജിറ്റ്സ് ദാറ്റ് ഇസ് പൈ ഡസ് നോട്ട് സ്റ്റോപ്പ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ പേജ്. കാരവാൻ എന്നുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഗ്രൂപ്പ്, എന്താ പറയുക, ഒരു ഗ്രൂപ്പ് എന്നുള്ള മീനിങ്ങിലാണ്. അതായത് ഒരുപാട് ഡിജിറ്റുകൾ, ഒരുപാട് സംഖ്യകൾ ഇങ്ങനെ സംഘം ചേർന്ന് അല്ലെങ്കിൽ ഗ്രൂപ്പായി നിൽക്കുന്നതാണ് എന്ത്, ഈ പൈ എന്ന് പറയുന്നത്. നമുക്കറിയാം എല്ലാ ഡിജിറ്റുകളും അതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഡിജിറ്റുകൾ മിക്സ് ആയിട്ട് വരുന്ന ഒരു കാരവാൻ പോലെ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ ഈ പൈ. ഡസ് നോട്ട് സ്റ്റോപ്പ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ പേജ്. നമുക്കത് ഏതൊരു എന്താ പറയുക ഡിജിറ്റ് ആണെങ്കിൽ നമുക്ക് മേ ബി ആ ഒരു പേജിൽ നമ്മൾ എഴുതി വരുമ്പോൾ ഒരു പേജിൽ നമുക്ക് എൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾക്ക് പൈ അങ്ങനെ എഴുതിയാൽ തീരുമോ? ഇല്ല, കാരണം ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ അതിനൊരു പേജിൽ നിൽക്കുക, പേജിൻ്റെ വക്കിൽ അടിഭാഗത്ത് എത്തിയിട്ട് നിർത്താമെന്ന് വിചാരിച്ചാൽ സാധിക്കില്ല, നമുക്ക് അടുത്ത പേജിലോട്ട് പോകേണ്ടി വരും. ബട്ട് റൺസ് ഓഫ് ദ ടേബിൾ ആൻഡ് ഇൻ ടു ദെയർ. അടുത്ത പേജിലേക്കോ അടുത്ത ബുക്കിലേക്കോ ഒന്നും പോയിട്ട് കാര്യമില്ല. പുസ്തകങ്ങളൊക്കെയും പേജുകളൊക്കെയും മറികടന്ന് അത് എവിടേക്ക് എത്തുന്ന പറയുന്നത്, നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ടേബിളിലേക്ക് എത്തും. അവിടെ നിന്ന് അത് എയറിലേക്കും പോവും. നെവർ ഓവർ ദി വാൾ എ ലീഫ്, എ ബേർഡ്സ് നെസ്റ്റ്, ദ ക്ലൗഡ്സ് സ്ട്രൈഡ് ഇൻ ടു ദ സ്കൈ. അവിടെ നിന്ന് ആ ഒരു ടേബിളും കടന്നത് വോളിലേക്ക്, ചുമരിലേക്കും പുറത്തുള്ള മരങ്ങളുടെ ഇലകളിലേക്കും അതിലുള്ള കിളികളുടെ കൂട്ടിലേക്കും പിന്നെ ആകാശത്ത് പോയിട്ട് അതിലത്തെ ക്ലൗഡ്സിലേക്കും സ്കൈയിലേക്കും ഒക്കെ ആയിട്ട് അത് സ്പ്രെഡ് ചെയ്യുന്നത് നമുക്ക് കാണാം. കാരണം എന്താണ്, ഇത്തരത്തിൽ ഈ ഒരു കാര്യം ഇങ്ങനെ മൂവ് ചെയ്ത് പോകുമെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്രയും ലെങ്തിയാണ്. ഒരു എന്താ പറയുക, ഒരു തടസ്സത്തിൻ്റെ ഉള്ളിലും ഒരു ബാരിയറിൻ്റെ ഉള്ളിലും നമുക്ക് പിടിച്ച് കെട്ടാനായിട്ട് പൈയുടെ വാല്യൂവിനെ കൊണ്ട് സാധിക്കില്ല. അതിങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കും. ത്രൂ ഓൾ ദ ബ്ലോട്ടഡ്നെസ് ആൻഡ് ബോട്ടംലെസ്നെസ്. പിന്നെ പറയുന്നത് എന്തൊക്കെ എന്താ പറയുക, സ്വോൾഡായിട്ട് നമ്മൾ പലതരത്തിലുള്ള എന്താ പറയുക ഉപരിതലങ്ങൾ ഉണ്ടാവുമല്ലോ, പൊങ്ങിയിട്ടും താഴ്ന്നിട്ടും ഒക്കെ നിൽക്കുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ ബോട്ടംലെസ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടായിരിക്കും, അല്ലെങ്കിൽ ബോട്ടംലെസ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ എന്ത് സ്ഥലമായാലും അതിനെയൊക്കെ മറികടന്നിട്ട് എന്ത് പോയിക്കൊണ്ടിരിക്കും, ഈ ഒരു പൈ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അതെന്താണ്, അതിന് എൻഡില്ല, അതിങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതാണ് സെക്കൻഡ് സ്റ്റാൻസയിൽ പറയണം. ഇനി വരുന്നത് തേർഡ് സ്റ്റാൻസയാണ്.
ഹൗ ഷോർട്ട് ഓൾ ബട്ട് മൗസ് ലൈക്ക് ഇസ് ദ കോമറ്റ്സ് ടെയിൽ. ഇതൊരു കമ്പാരിസൺ പോലെയാണ് പറയണം. അതായത് ഈ എന്താ പറയുക കോമറ്റിൻ്റെ ഒക്കെ ടെയിൽ, കോമറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ചാപ്റ്റർ പഠിച്ചില്ല, ധൂമകേതു വാൽനക്ഷത്രം എന്നൊക്കെ പറയില്ല, അതാണ് കേട്ടോ. അപ്പോൾ ഈ വാൽനക്ഷത്രത്തിൻ്റെ ഒക്കെ വാലെന്ന് പറഞ്ഞാൽ എന്ത് ചെറുതല്ലേ, ഒരു മൗസിൻ്റെ മാതിരി, ഒരു എലിയുടെ വാല്, എലിവാല് പോലെയൊക്കെ ചെറുതാണ് നമ്മുടെ ഈ കോമറ്റിൻ്റെ, ഈ വാൽനക്ഷത്രത്തിൻ്റെ വാല് വരുന്നത്. അത് പറയാൻ കാരണം എന്താ, ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ പയ്യൻ്റെ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത് വെച്ച് നോക്കുമ്പോൾ കോമറ്റിൻ്റെ ടെയിൽ എന്ന് പറയുന്നതൊക്കെ വെറും എലിവാലാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പയ്യയുടെ വലുപ്പം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോമറ്റിൻ്റെ ടെയിലിനെ കുറിച്ച് പറയുന്നത്. ഹൗ ഫ്രെയിൽ ഇസ് എ റേ ഓഫ് സ്റ്റാർലൈറ്റ് ബെൻഡിങ് ഇൻ എനി ഓൾ സ്പേസ്. അതേപോലെ തന്നെ സ്റ്റാർലൈറ്റിൻ്റെ റേ, കിരണം എന്നൊക്കെ പറയുന്നത് എന്ത് വീക്കാണ്. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഓൾഡ് സ്പേസ് എവിടെ തട്ടിക്കഴിഞ്ഞാലും അവിടെ എന്ത് ചെയ്യും, നമുക്കറിയാം ലൈറ്റ് എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് ബെൻഡായിട്ടാണ് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുക അല്ലേ. അപ്പോൾ ഈ സ്റ്റാർലൈറ്റ് എന്നൊക്കെ പറയുന്നത് അത്രേ ഉള്ളൂ, അത്രയ്ക്ക് വീക്കാണ്. പക്ഷെ നമ്മുടെ എന്താ പറയുക പയ്യ എങ്ങനെയല്ല, അത് എവിടെയും തട്ടിയ വീക്കാവുന്നില്ല, അതിങ്ങനെ മറികടന്നുകൊണ്ടേയിരിക്കും. അതിപ്പോൾ ചുമരായിക്കോട്ടെ ആകാശമായിക്കോട്ടെ അതിനൊക്കെ മറികടന്ന് ഇങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഡയറക്റ്റ് കമ്പാരിസൺ വേർഡായിട്ട് പറയുന്നൊന്നുമില്ല, പക്ഷെ നമുക്കതവിടെ ഇമാജിൻ ചെയ്യാം, അതാണ് അവിടെ ഉദ്ദേശിക്കണം എന്നുള്ളത്. മീൻ വൈൽ 2315 മൈ ഫോൺ നമ്പർ യുവർ ഷോർട്ട് സൈസ്. അപ്പോൾ പിന്നെ ഈ പറയുന്ന ഈ നമ്പറുകൾ എന്ന് പറയുന്നത് ഫോൺ നമ്പറാണ്, അദ്ദേഹത്തിൻ്റെ അവരുടെ ഫോൺ നമ്പറാണ്. അപ്പോൾ അതേക്കാട്ടിലും വലുതാണ്, അതേപോലത്തെ യുവർ ഷോർട്ട് സൈസ്, നിങ്ങളുടെ ഷോർട്ട് സൈസിനെക്കാട്ടിലും. ദ ഇയർ 1973 എന്നുള്ള ഇയറിനെക്കാട്ടിലും 6th ഫ്ലോർ നമ്പർ ഓഫ് ഇൻഹാബിറ്റൻസ് 65 സെൻറ്റിൽ താമസിക്കുന്ന ആളുകൾ, അവരുടെ എണ്ണത്തിനെക്കാട്ടിലും ഒക്കെ വലുതാണ് എന്ത്, നമ്മുടെ ഈ പൈയുടെ വാല്യൂ അല്ലെങ്കിൽ പൈ എന്ന് പറയുന്ന സംഭവം. ഹിപ്പ് മെഷർമെൻറ്റ് 2 fingers എ കരൈഡ് ആൻഡ് കോഡ്. ഹിപ്പ് മെഷർമെൻറ്റ് അത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഹിപ്പ് മെഷർ ചെയ്യില്ല, നമ്മുടെ ഇടുപ്പ് ആ ഭാഗം നമ്മളിങ്ങനെ 2 വിരൽ വെച്ചിട്ട് നമ്മളിങ്ങനെ മെഷർ ചെയ്ത് നോക്കില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനേക്കാട്ടിലും ഒക്കെയും വലുതാണ്. ഇൻ വിച്ച് വി ഫൈൻഡ് ഹൗ ബ്ലീഡ് ദ ട്രോസ്റ്റൽ സിങ്സ്. ട്രോസ്റ്റൽ സിങ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷിയുടെ പാട്ടാണ് കേട്ടോ, പക്ഷികളുടെ പാട്ടിനെ കൊണ്ടാണ്. അപ്പോൾ അത് നമ്മൾ വളരെ എന്താണ് ഈ ഒരു പയ്യനെ കുറിച്ച് ആലോചിച്ചിട്ട് നമ്മൾ ഒത്തിരി എന്താ പറയുക വറി ചെയ്യേണ്ട കാര്യം, നമുക്ക് വളരെ കെയർലെസ് ആയിട്ട് ഈ പറയുന്ന ട്രോസ്റ്റൽ സിങ് ചെയ്യുന്നത് പോലെ. അതായത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ് പ്ലീസ് റിമെയിൻ കാം. അദ്ദേഹം അടുത്ത ലൈനിൽ തന്നെ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യും, ജസ്റ്റ് കാമായിട്ടിരിക്കും, നിങ്ങൾ അങ്ങനെ ഒരുപാട് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ നിങ്ങൾ വെറുതെ നല്ല കാമായിട്ടിരിക്കും. ആൻഡ് ഹെവൻ ആൻഡ് എർത്ത് ഷോൾ പാസ് അവേ. ഹെവൻ സ്വർഗമായാലും ഭൂമിയായാലും ഒക്കെ ഒരു ദിവസം ഇല്ലാണ്ടാവും, പാസ് അവേ ചെയ്തു പോവും. ബട്ട് നോട്ട് പൈ. പക്ഷെ എന്ത് ചെയ്യില്ല, ഈ പൈ ഒരിക്കലും ഇല്ലാണ്ടാവില്ല. ദാറ്റ് വോണ്ട് ഹാപ്പൻ. അതൊരിക്കലും നടക്കാൻ പോണില്ല. ഇറ്റ് സ്റ്റിൽ ഹാസ് ആൻ ഓക്കെ 5. ഓക്കെ 5 കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ നമുക്ക് ഈ പൈ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ വാല്യൂ കുറച്ച് കോംപ്ലക്സ് ആണ്. അതേസമയം നമ്മുടെ അടുത്ത് 5 എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇൻഡ്യൂ ചെയ്യാനാണെങ്കിൽ ഡിവൈഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സ്ക്വയർ ചെയ്യാനാണെന്നുണ്ടെങ്കിലും നമുക്ക് അത്ര വലിയൊരു ബുദ്ധിമുട്ടില്ലാത്ത 5 എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു നമ്പറല്ല. അപ്പോൾ അവർ പറഞ്ഞാൽ അത്രേ ഉള്ളൂ, അത് ജസ്റ്റ് ഒരു ഓക്കെ 5 ആയിട്ട് നമ്മൾ കണ്ടാൽ മതി. ഒരു 5 എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഓക്കെ ആയിട്ടുള്ള നമ്പറാണല്ലോ, അതുപോലെ കണ്ടാൽ മതി. ആൻഡ് ക്വൈറ്റ് എ ഫൈൻ 8. അതുപോലെ തന്നെ 8 എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു ടെൻഷൻ ഇല്ലാത്തൊരു ഡിജിറ്റാണ്. അപ്പോൾ ഈ 8 നമ്മൾ 8നെയും 5നെയും അതേപോലെ ആൻഡ് ഓൾ ബട്ട് ഫൈനൽ 7. അതേപോലെ തന്നെ 7, ഈ 7നെ പോലെയൊക്കെ തന്നെ നമ്മൾ ജസ്റ്റ് ആ ഒരു രീതിക്ക് കൂളായിട്ട് കണ്ടാൽ മതി. നമ്മളതിൽ ഓൾറെഡി ഫെമിലിയർ ആയ ഡിജിറ്റായിട്ട് അല്ലെങ്കിൽ അതുപോലെ നമ്മൾ ഈ പയ്യനെയും കാണേണ്ട ആവശ്യമുള്ളൂ. പ്രോഡിങ് എപ്ലോഡിങ് എറ്റേണിറ്റി ടു ലാസ്റ്റ്. അപ്പോൾ ഇതിങ്ങനെ എന്ത് ചെയ്യുകയാണെങ്കിൽ ഒരു പയ്യയുടെ വാല്യൂ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പ്രോഡിങ് എന്ന് പറഞ്ഞാൽ പുഷ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. അതേപോലെ തന്നെ എന്താ വളരെ പതുക്കെ സ്ലോ ആയിട്ട്, പ്ലോഡിങ് എന്ന് പറഞ്ഞാൽ സ്ലോ ആയിട്ട് എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ സ്ലോ ആയിട്ട് ഇതിങ്ങനെ പുഷ് ചെയ്ത് എവിടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്, ഇറ്റേണിറ്റിയിലേക്ക്, അനന്തതയിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എവിടെ അത് എന്ത് ചെയ്യുന്നില്ല, സ്റ്റേ ചെയ്യുന്നില്ല, സ്റ്റോപ്പ് ചെയ്യുന്നില്ല, അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കവിതയിലെ പയ്യനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അത് ആ ഒരു രീതിക്ക് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ.